ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ലൈക്ക് തരാനും അതോടൊപ്പം വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും 100% ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും. 4-5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ WTT ഇല്ലെങ്കിൽ വൈൽഡ് ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. എല്ലാ വീഡിയോകളിലും ആൾറെഡി ഇത് സ്കാം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ പറയാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആൾറെഡി സ്കാം ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിൽ അഫക്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. വിത്തിൻ പ്രൂഫ് ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി ഇല്ലെങ്കിൽ WTT എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണെ പറ്റി ഇല്ലെങ്കിൽ ഇതൊരു സ്കാം ആയിട്ടുള്ള ഒരു ആൾക്കാരിനെ പറ്റി സംസാരിക്കുക. അതേപോലെ തന്നെ ലൈറ്റ് മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ടെലിഗ്രാം പ്രൊജക്റ്റിനെ പറ്റി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് വീഡിയോകളിൽ ഈ ഒരു കമന്റ് ലൈറ്റ് മൈനർ പറ്റി പറയുമെന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10 ആൾ ചോദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമുക്കത് ഒരാൾ ചോദിച്ചാലും 2 ആൾ ചോദിച്ചാലും ആ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ആ ഒരു ഡീറ്റെയിൽ ഇല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ ടെലിഗ്രാം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ടെലിഗ്രാം ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് എയർ ഡ്രോപ്പുകൾ പുതിയ പുതിയ എയർ ഡ്രോപ്പുകളും അതേപോലെ തന്നെ ക്യാമ്പയിനുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് വീണ്ടും എയർ ഡ്രോപ്പ് വഴി അല്ലെങ്കിൽ പൈസ ഇല്ലാതെ തന്നെ പൈസ സമ്പാദിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഒരുപാട് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരുപാട് പ്രൈസ് പൂൾസ് വരുന്നതെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ഇല്ലെങ്കിൽ പ്രൈസ് പൂൾ എന്തുകൊണ്ടാണ് നടത്തുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കയറ്റാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഏതൊരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഒരു 4-5 പ്രൊജക്റ്റ് നിങ്ങൾക്ക് പൈസയൊന്നും ഇടാതെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കളി കാണുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ആരാണ് നാളെ ജയിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ എത്രത്തോളം ഗോൾ അവരടിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇപ്പൊ ക്രിപ്റ്റോയിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഒരുപാട് പ്രൊജക്ട് നമ്മുടെ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൊജക്റ്റുകളെ പറ്റും ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമാണ് ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ടെലിഗ്രാം നമ്മുടെ ഇവിടെ ബാനായി എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ ടെലിഗ്രാം ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ഓപ്പൺ ആവുന്നുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും. മേ ബി ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യാം, ഇനി എനിക്ക് യൂസ് ചെയ്യണമല്ലോ, ടെലിഗ്രാമിൽ എൻ്റെ വാലറ്റ് ഉണ്ട്, ടെലിഗ്രാം പല എയർ ഡ്രോപ്പ് പ്രൊജക്റ്റുകൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ടെലിഗ്രാം ഇല്ലാതെ എനിക്ക് എന്തായാലും പറ്റില്ല. അപ്പൊ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിങ് ആപ്പ് ആയിക്കോട്ടെ, ഈ ഒരു ആപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമല്ല ആൾക്കാർ ഇല്ലെങ്കിൽ ഓരോ യൂസേഴ്സും യൂസ് ചെയ്യുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്നില്ലെങ്കിൽ ചിലവർ ചാനൽ ഉണ്ടാക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ചിലവർ അതിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ചിലവർ അതിന്റെ ബിസിനസ് ഇപ്പൊ അതിന്റെ ഓരോരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ചാനൽ വഴിയും ഈ ഒരു ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള വഴിയിലൊക്കെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ആ പ്രൊമോഷനിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ ഈ ഒരു ടെലിഗ്രാം പെട്ടെന്ന് ഈ ഒരു നീറ്റ് പരീക്ഷന്റെ ചോർച്ച വന്നതോടെ ടെലിഗ്രാം ബാൻ ചെയ്യാൻ വേണ്ടി ഹൈക്കോർട്ട് ഇല്ലെങ്കിൽ ഇന്ത്യ തീരുമാനിച്ചു. നമുക്ക് ഇപ്പൊ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഈ ഒരു ടെലിഗ്രാം ഇപ്പൊ അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇത് ഏത് വരെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ജൂൺ 22-ാം തീയതി വരെയൊക്കെയാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 30-ാം തീയതി വരെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ അയക്കുന്ന മെസ്സേജിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഓപ്ഷനും കിടക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടെ തന്നെ നമുക്ക് വീണ്ടും ടെലിഗ്രാം യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ഹൈക്കോർട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന നിയമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതി ഈ ഒരു നീറ്റ് പരീക്ഷ ചോർച്ച ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. ഇപ്പൊ നമ്മുടെ റോട്ടിലൂടെ ഞാനൊരു ഓട്ടോയിൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരാളാണെങ്കിൽ ആ റോട്ടിലൂടെയാണ് പോയത് ഇല്ലെങ്കിൽ ആ ഒരു മീഡിയം റോഡാണ് ഇല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചത് ഒരു ഓട്ടോറിക്ഷയാണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു ഓട്ടോറിക്ഷ നമ്മുടെ മൊത്തം ഈ ഒരു നാട്ടിൽ മൊത്തം ബാൻ ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇപ്പൊ ആ റോഡ് ഞാൻ ഈ ഒരു കള്ളക്കടത്ത് നടത്തി കൊണ്ടുപോയത് ഈ ഒരു റോഡിലൂടെയാണ്, അപ്പൊ ആ റോഡ് മൊത്തം ബാൻ ചെയ്യാൻ പറ്റുമോ, ആ ഒരു രീതിയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ഭയങ്കര രീതിയിൽ ഫ്രസ്ട്രേഷൻ ആയിട്ടുണ്ടായിരുന്നു ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പല കമ്പനികളുടെയും ഇതിന്റെ ഒരു കളികളായിരിക്കാം, ഇല്ലെങ്കിൽ മെറ്റന്റെ കളികളായിരിക്കാം. വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ അവിടെ ഉണ്ട്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം വഴി കൂടെയൊക്കെ ഇത് വീണ്ടും നടത്തില്ലേ എന്നുള്ളൊരു കാര്യം ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ടെലിഗ്രാം എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഓരോരോ ആപ്പ് നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്ലേ സ്റ്റോറിലും അങ്ങനെയൊക്കെ അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ രീതിയിലായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യം ഇപ്പൊ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ ഇത് ടെലിഗ്രാമിലാണ് അല്ലെങ്കിൽ വാട്സപ്പിൽ ത്രൂ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതെങ്കിൽ ഇത് ആക്സസ് ചോദിക്കുമ്പോൾ ആ ഒരു കമ്പനി നമ്മുടെ ഗവൺമെന്റിന് ഫുൾ ആക്സസ് ഇവന്റെ ഇപ്പൊ ഏത് യൂസറാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് കൊടുക്കാൻ തയ്യാറാവുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നമ്മുടെ
നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആക്കി കൊടുക്കുക. പക്ഷെ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ കൊടുക്കാൻ നമുക്ക് അവർ എന്താണ് മടി കാണിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ യൂസേഴ്സിന് അത്രത്തോളം പ്രൈവസിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ റഷ്യയും യുക്രൈനും ഒക്കെ ആയിട്ട് യുദ്ധങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ടെലിഗ്രാം വഴി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഒരുപാട് ഇലീഗൽ ഇല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ ഒരു ആക്സസ് ചോദിക്കുമ്പോൾ ഇതിന്റെ CEO ആയിട്ടുള്ള പവൽ ധ്രുവ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു, ആ ഒരു ആക്സസ് എൻ്റെ യൂസേഴ്സിന് അത്രത്തോളം ആക്സസ് കൊടുക്കണം, എൻ്റെ യൂസേഴ്സിന് അത്രത്തോളം പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇല്ലെങ്കിൽ ഒരു ആപ്പാണ് ടെലിഗ്രാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആളിനെ റഷ്യയിൽ നിന്ന് കടത്തിയിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ദുബായിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇല്ലെങ്കിൽ ആൾറെഡി നടന്ന കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇല്ലെങ്കിൽ ഒരു ആപ്പാണ് ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നീറ്റ് പരീക്ഷന്റെ ചോർച്ചയിൽ ഇത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നീറ്റ് പരീക്ഷയ്ക്ക് ഒരു ത്രൂ അയച്ചു എന്നുള്ള കാര്യം, അതേപോലെ തന്നെ ഇത് ആരാണ് അയച്ചത് എന്ന് ഇപ്പൊ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ നമുക്ക് മാറിക്കഴിഞ്ഞു. അപ്പൊ അത്രത്തോളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ എല്ലാ ആൾക്കാരെയും പിടിക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ആൾക്കാർ ഷെയർ ചെയ്തു. ഇപ്പൊ വേറെ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് ഷെയർ ചെയ്തതെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ആരൊക്കെയാണ് ഷെയർ ചെയ്തു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഒരു ടെലിഗ്രാമിൽ ഈ ഒരു ബാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോഴും ടെലിഗ്രാം യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ ടെലിഗ്രാമിൽ ഇലീഗൽ ആക്ടിവിറ്റീസ് മാത്രമല്ല, നമ്മളായിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ നല്ല ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇതിൽ ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം 15 കോടിയോളം യൂസേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ടെലിഗ്രാമിൽ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. അപ്പൊ അതിൽ നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. ഏതൊരു കാര്യം എടുത്താലും ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് എന്തുള്ളത്, ആ പ്ലാറ്റ്ഫോം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ആൾറെഡി VPN എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതല്ലാതെ പ്രോക്സി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്രോക്സിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ പ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. പ്രോക്സി എന്ന് പറഞ്ഞിട്ടുള്ളത് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എൻഡ് ടു എൻഡ് കറപ്റ്റ് ആണ്. ഇല്ലെങ്കിൽ ടെലിഗ്രാം ഞാൻ അയച്ച മെസ്സേജും അതേപോലെ തന്നെ ആർക്കാണ് അയക്കുന്ന മെസ്സേജ് നമുക്ക് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ എൻഡ് ടു എൻഡ് കറപ്റ്റിൽ ഇപ്പൊ നിങ്ങൾ ഒരു പ്രോക്സി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന നമ്മൾ ഏത് ഫോണിലാണ് ഉപയോഗിക്കുന്നത്, നമുക്കൊക്കെ ഒരു IP അഡ്രസ് ഉണ്ടല്ലോ. ആ ഒരു അഡ്രസ് ടു ഈ ഒരു മെസ്സേജ് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലുള്ള IP അഡ്രസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ആ ഒരു കണക്ട് ചെയ്തിട്ട് ആ ഒരു IP അഡ്രസ് ആ മെസ്സേജിലേക്ക് എത്തിക്കുന്നു. ആ ഒരു രീതിയിലാവുമ്പോൾ നമ്മുടെ ഈ ഒരു എൻഡ് ടു ടെലിഗ്രാം തീർച്ചയായിട്ടും സുരക്ഷിതമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ സുരക്ഷിതമായത് കാരണം ഒരിക്കലും ഈ ഒരു പ്രോക്സി കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഈ മെസ്സേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഡാറ്റയൊക്കെ സേഫ് ആണ്. അതേപോലെ തന്നെ അവിടെ ആക്സസ് ചോദിക്കുന്നത് നിങ്ങളുടെ IP അഡ്രസ് തീർച്ചയായിട്ടും അവർക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇല്ലെങ്കിൽ ഈ ഒരു ടെലിഗ്രാം പ്ലാറ്റ്ഫോം ഏതൊരു പ്രോക്സിയാണ് കണക്ട് ചെയ്യുന്നത് അത് വളരെയധികം ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോക്സി ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല. ടെലിഗ്രാമിൽ തന്നെ പ്രോക്സി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കിടക്കുന്നുണ്ട്. അതപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് WTT ഇല്ലെങ്കിൽ വൈൽ ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടിന്റെ പ്രൂഫുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരെ ഇവിടെ എൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോക്സി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോക്സി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത് വേണ്ട, ഇത് യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും നെറ്റ് തന്നെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും, ഈ ഒരു പ്രോക്സി എടുക്കാൻ പറ്റും. MT Pro XYZ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോക്സിയൊക്കെ നമുക്ക് കിടക്കുന്നുണ്ട്. ഒരുപാട് കൺട്രീസിലെ പ്രോക്സികൾ ഇതിൽ അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോക്സി ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ഈ ഒരു ടെലിഗ്രാം പോസ്റ്റിൽ ഇവിടെ ഒന്ന് തൊട്ടു എന്ന് പറഞ്ഞാൽ കണക്ട് പ്രോക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അത് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്ത ഉടനെ നിങ്ങളുടെ ടെലിഗ്രാമിൽ തൊട്ട് മേലെ തന്നെ ടെലിഗ്രാം കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. അത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നോർമലി ഇപ്പോൾ ഈ ഒരു കണക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മാറിയിട്ട് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ടെലിഗ്രാം ആപ്പ് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ലൈറ്റ് മൈനർ അതേപോലെ തന്നെ ഈ ഒരു WTT വൈൽ ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയാണ് ആദ്യം സംസാരിക്കാം. അതിൻ്റെ റീസെൻറ്റ് പോസ്റ്റ് എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു സ്കാം ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ് എന്നുള്ളൊരു കാര്യം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊജക്റ്റും ഇന്നൊരു പ്രൈസിൽ തന്നെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കാം ചെയ്യും. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ വെറും ഒരു 1500 ചാനൽ സബ്സ്ക്രൈബർ ഉള്ള ടെലിഗ്രാമിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ വളരെയധികം ചെറിയൊരു കമ്മ്യൂണിറ്റി ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെറ്റാഫോക്കസ് അനസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി പ്രൊമോട്ട് ചെയ്തായിക്കോട്ടെ, ഇത്രയും ഒരു കമ്മ്യൂണിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതിൽ ചേരുന്നുണ്ടെങ്കിൽ അതിലും $25 ഒരു മൈനർ നിങ്ങൾ വാങ്ങിയാൽ മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് മുമ്പേ വന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് മൈനർ ഷിറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് 100% സ്കാമാണ്. പൊട്ടൻഷ്യൽ റിട്ടേൺ അവർ പറയുന്നത് 4066%. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ് 0.036 ആണ് ഇത്ര പ്രീസെയിൽ. അതേപോലെ തന്നെ അത് ലിസ്റ്റ് ആവുന്നത് $1.5 അപ്പോൾ ഇത്രയും വലിയ വാഗ്ദാനം തരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു പ്രൊജക്റ്റ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സ്കാമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഗ്യാരണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 10 രൂപ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കോടികൾ കിട്ടിയില്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടിയില്ലെങ്കിൽ 10,000 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതിലിടും. അതൊക്കെ വ്യാമോഹമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രീസെയിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൈനർ വാങ്ങാനും ഇതിൽ കയറിയിട്ട് പൈസ ഇടാനും ഒരിക്കലും അങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് 100% ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അടുത്തൊരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. WTT ഇല്ലെങ്കിൽ വൈൽഡ് ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആൾറെഡി തന്നെ ഈ ഒരു WTT എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇതിൽ സ്കാമിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്, ഒരിക്കലും തിരിച്ച് റിട്ടേൺ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലൊരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു വൈൽഡ് ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇവർ ഈ ഒരു WTT എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ വാങ്ങാൻ പ്രേരിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ടോക്കൺ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകണം. ഈ ടോക്കൺ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, ഞങ്ങൾ ഫ്യൂച്ചറിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ടോക്കണിൽ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് നമ്മുടെ അനസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു വീഡിയോ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ടാവില്ല. അനസ് എന്ത് പ്രൊമോട്ട് ചെയ്താലും അത് സ്കാം ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും, ആ ഒരു വീഡിയോ കളയും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മുസ്ലിം താത്ത ഉണ്ടായിരുന്നു, ഈ ഒരു മെറ്റാഫിനിക്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ആ ഒരു മുസ്ലിം താത്ത ഭയങ്കര രീതിയിൽ എല്ലാവരും ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ വാങ്ങണം, ഇല്ലെങ്കിൽ വാങ്ങിയ റിസ്ക് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയാം, നിങ്ങളിത് വാങ്ങിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംസാരിക്കുന്ന ഒരു താത്തൻ്റെ ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവർ പറഞ്ഞത് 3 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഡിസംബർ 24 ഇവരിൻ്റെ സ്വന്തം എക്സ്ചേഞ്ചായ സേഫ് ബിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇവർ 20 രൂപയിൽ ഈ ടോക്കൺ ഈ ഒരു വാല്യൂ വെച്ച് ലിസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും എന്താണെന്ന് പറഞ്ഞാൽ പ്രീസെയിലായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം പൈസ കൊടുക്കണം, പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ആ ഒരു എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതൊരു സ്കാമാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആൾറെഡി തന്നെ അന്ന് അത്രത്തോളം നമ്മളിപ്പോൾ ഏതൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും ഇതിൽ പൈസൻ്റെ ഈ ഒരു വ്യാമോഹം ഇല്ലെങ്കിൽ ആക്രാന്തം എന്നൊക്കെ പറയാം മലയാളികൾക്ക്. അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഇല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ ആയിരിക്കും ചേർന്നിട്ടുണ്ടാവുക. അവർ ഏറ്റവും കൂടുതലായിട്ട് പ്രേരിപ്പിക്കുന്ന ആൾക്കാർ ചേരാൻ പ്രേരിപ്പിക്കുന്നത് ഇവൻ്റെ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞാലാണ് ഇത്രത്തോളം പൈസയും ഇതിന് കൂടുതൽ ഫ്യൂച്ചർ കിട്ടും അതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് വിശ്വാസം അങ്ങനെയുള്ള റിലേറ്റീവ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഇവൻ്റെ ഒരു അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് നമ്പർ ഏത് അക്കൗണ്ട് നമ്പറിലേക്കാണ് പൈസ അയക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ പണം നൽകിയ ശേഷം അവരുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ഒരു ടോക്കൺ അയച്ചു. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി ഒരു ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു DXൽ മാത്രമായിരിക്കും ഈ ടോക്കണൊക്കെ കാണാൻ പറ്റുള്ളൂ. ആ ഒരു ടോക്കൺ നിങ്ങൾക്ക് അയച്ചു തരികയാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ എത്രത്തോളം വാല്യൂ ആണ്, ഈ ടോക്കൺ കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ചിൽ സേഫ് ബിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. അതും അവൻ്റെ സ്വന്തം എക്സ്ചേഞ്ചാണ്. അപ്പോൾ തന്നെ സ്കാമിൻ്റെ ഒരുപാട് റെഡ് ഫ്ലാഗാണ്. സ്വന്തമായിട്ടുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്താൽ ഇതിന് പ്രൈസ് മാനിപ്പുലേഷൻ, ഇതിന് എത്രത്തോളം പ്രൈസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയമായിട്ട് ഇവർക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്നും അറിയാതെ ഓരോ വെബ്സൈറ്റിൽ വരുന്ന എക്സ്ചേഞ്ചിലൊക്കെ കയറിയിട്ട് ഇതിൽ ഇത്ര പ്രൈസായി ഈ ഒരു പ്രൈസായി എന്ന് വേണ്ടി ചിന്തിക്കുന്നവർ വളരെയധികം ഇതിനെപ്പറ്റി അറിവില്ലാത്തവരാണ്. ഇവർ പൊട്ടന്മാരോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. ഇവർക്ക് ഇതിനെപ്പറ്റി അറിവില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് മാനിപ്പുലേറ്റ് ചെയ്യാനും ഇതിന് ഇത്രത്തോളം ഒരു പ്രൈസ് ഹോൾഡ് ചെയ്യാനും ഇതിന് ഇത്രത്തോളം ട്രേഡ് നടന്നു എന്ന് കാണിക്കാനും ആർക്കാണ് പറ്റുക? എൻ്റെ ഒരു സാധനമാണെങ്കിൽ എനിക്ക് അതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലേ, എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലേ? അതേപോലെ തന്നെയാണ് ഇവരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ടോക്കൺ കോയിൻബാർക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അത് ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു എക്സ്ചേഞ്ച് ഏതാ എക്സ്ചേഞ്ച് എന്ന് പോലും അവർ പറയുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം ഇയാൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരാൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ട് കഴിഞ്ഞിട്ട് ഇവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവർ നീട്ടി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ 2 വർഷത്തോളമായി എല്ലാവരുടെ പൈസയും പോയി. ഇപ്പോഴും പുതിയ പദ്ധതികളായിട്ട് അവർ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ട്രേഡിങ്ങിന്
ഇപ്പോഴും ഒരു പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്കാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേഫ് ബിറ്റ് എക്സ് എന്ന എക്സ്ചേഞ്ചിൽ ഇവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ലിസ്റ്റ് ചെയ്തില്ല. അതേപോലെ തന്നെ 2024 ഡിസംബർ 20 ആകുമ്പോൾ ഒരു എക്സ്ചേഞ്ച്, ഒരു സേഫ് ബിറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളവർ അവർ ആ ഒരു സമയത്ത് ഈ ഒരു വളരെ ഈ ഒരു 20 രൂപയിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞതാണ്. പക്ഷേ അതിനേക്കാളും വാല്യൂ കുറഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാല്യൂ ഒക്കെ കുറഞ്ഞത്, ഞങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ഹൈ സെല്ലിംഗ് പ്രഷറൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കരമായിട്ട് എന്താണ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇട്ടിട്ടുള്ള വാല്യൂ ഉടനെ തന്നെ ഈ ഒരു പ്രൈസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. അത് കാരണം നിങ്ങളുടെ പൈസയൊക്കെ പോയി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, നിങ്ങളുടെ എല്ലാവരും കൈ ഒഴിഞ്ഞു. അപ്പോൾ പിന്നീട് അവർ എൻ്റെ മെറ്റാമാസ്കിലേക്ക് ഉണ്ടായിരുന്ന ടോക്കൺ സേഫ് ബിറ്റ് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവർ തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ടോക്കൺ വേറൊരു വാലറ്റ് സേഫ് ബിറ്റ് ഇവൻ്റെ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം, അതവിടെ 3 മാസം നിങ്ങൾ അതവിടെ സ്റ്റേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി തന്നെ ഇതെല്ലാവരും നിങ്ങളുടെ പൈസയൊക്കെ എടുത്ത് സ്റ്റേക്ക് ചെയ്തതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി തരണം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് വേറൊരു വഴിയില്ല, ആൾറെഡി ഇതിൽ പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞത് ചെയ്താലെങ്കിലും നമുക്ക് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അതും ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ അതേ മാസം അവർ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ടോക്കൺ ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്, അതായത് സാധാരണ ഉപഭോക്താക്കൾക്ക് നമ്മുടെ യൂസേഴ്സിന് ഇത് ട്രേഡ് ചെയ്യാനുള്ള അനുമതി അവിടെ കൊടുക്കുന്നില്ല. എത്ര രീതിയിലൊക്കെയാണല്ലേ പറ്റിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല, നമ്മൾ എന്തായാലും പൈസ ഇട്ട് കഴിഞ്ഞു. ഇതിൽ ആൾറെഡി പൈസ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ മനോഭാവമാണ് ഞാൻ പറയുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ തിരിച്ച് കിട്ടണം. അപ്പോൾ ഇതിനൊരു പൊട്ടൻഷ്യലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ പൈസ ഇട്ടത്. അപ്പോൾ ഈ പൈസ പൊട്ടൻഷ്യൽ ഇല്ലെങ്കിൽ ഇത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ പറഞ്ഞാലും അത് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2025 സ്റ്റേക്കിംഗ് കാലാവധി കഴിഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വിഡ്രോ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവരുടെ ഒരു സ്റ്റേക്കിംഗ് കാലാവധി ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിഡ്രോ ഇവർ എന്ത് ചെയ്തു, ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു എക്സ്ചേഞ്ച് അപ്ഡേഷനാണ്, ഫിനാൻഷ്യൽ എൻഡാണ്, അതേപോലെ തന്നെ ബിസി വർക്കാണ് എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും അവർ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രീതിയിലൊക്കെ പറ്റിക്കാൻ പറ്റുമോ അതൊക്കെ പറ്റിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ എതിരെ തിരിയേണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഏതൊരു പ്രൊജക്റ്റും ആദ്യം ഒരു സംഭവം കൊണ്ടുവന്നു, കുറച്ച് ഹൈപ്പ് കിട്ടി, അപ്പോൾ എല്ലാവരുടെ നിന്ന് പൈസ കിട്ടി. അപ്പോൾ പൈസയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുള്ള സമയം അവർ പറയും ഇന്നൊരു ഗ്രോത്തിങ് പീരീഡ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇതൊന്ന് ബിൽഡ് ചെയ്യുകയാണ്, ഞങ്ങൾ അടുത്തൊരു എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവരികയാണ്, ഇല്ലെങ്കിൽ ഞങ്ങളൊരു വാലറ്റ് കൊണ്ടുവരികയാണ്, ഇല്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരികയാണ്, ഞങ്ങളുടേതായിട്ടുള്ള ഒരു ഗെയിം കൊണ്ടുവരികയാണ്, ഡെഫി കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സമയം ആക്കിപ്പിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചെയ്ത് അവരെ പ്രഷറാക്കുമ്പോൾ അവരൊരു അപ്ഡേറ്റ് ഇങ്ങനെ വിടും, ഞങ്ങൾ ഇതുവരെ ബിൽഡ് ചെയ്ത് വന്നു, ഞാൻ അടുത്ത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വാല്യൂയിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളിതിൽ ഇപ്പോൾ തന്നെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാലറ്റ് വരുമ്പോൾ വീണ്ടും പൈസ കിട്ടും എന്നുള്ള വാഗ്ദാനങ്ങൾ എല്ലാ പ്രൊജക്റ്റും തരുന്ന പോലെ തന്നെ അവരും തന്നു. അതുപോലെ തന്നെ 2000 മാർച്ചിന് ശേഷം അവർ ചോദിച്ചു. അപ്പോൾ വാട്സപ്പിൽ നിരവധി സന്ദേശങ്ങൾ അയച്ചു. അതേപോലെ തന്നെ ഇവർ ഒരുപാട് അപ്രോച്ച് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇയാളിനെ എന്ത് ചെയ്തു, ബ്ലോക്കാക്കി പുറത്താക്കി. അങ്ങനെയുള്ള ഒരുപാട് യൂസേഴ്സിനെ ഇവർ എന്ത് ചെയ്തു, മാറ്റിവിട്ടു. അതേപോലെ തന്നെ ഈ ഒരു സേഫ് ബിറ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്ചേഞ്ച് ഞാൻ നോക്കി, ആൾറെഡി എക്സ്ചേഞ്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സേഫ് ബിറ്റ് എക്സ്ചേഞ്ചിൻ്റെ KFC ഇല്ലെങ്കിൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാരണം ഇവരെന്ത് ചെയ്തു, ഓരോ യൂസേഴ്സിൻ്റെ അക്കൗണ്ടും ഇവർ ബാൻ ചെയ്ത് വീണ്ടും KYC ഒക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവിടെ ഫണ്ട് ഉണ്ടോ, ഫണ്ടും ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ട് ശൂന്യമായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ ആയിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവൻ്റെ കസ്റ്റമർ കെയർ, വാട്സപ്പ് കമ്മ്യൂണിറ്റി, എന്ത് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ലെങ്കിൽ പൈസ കിട്ടുന്ന ഒരു കാര്യങ്ങളും അവർ പറയാനോ ആക്കാനോ നിന്നില്ല. ഒരുപാട് ആൾക്കാരുടെ പൈസ പോയി. അതേപോലെ തന്നെ അക്കൗണ്ടിൽ നിന്ന് ടോക്കൺ കാണാതെ പോയ സംഭവത്തിൽ കസ്റ്റമർ കെയർ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചില്ല. അപ്പോൾ തുടർന്ന് ഞാൻ നേരിട്ട് ഡയറക്ടർ ബോർഡ് വാട്സപ്പ് വഴി ബന്ധപ്പെടുകയും പലവട്ടം സന്ദേശങ്ങൾ കോളുകൾ അയക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഫോണിൽ തന്നെ അവരെന്ത് ചെയ്തില്ല, അവർ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ ഇയാൾ തന്നെ നമുക്ക് പ്രൂഫ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇത്രത്തോളം പൈസയൊക്കെ പോയി, ഇനി വേറെ ആർക്കും പൈസ പോകണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ രക്ഷപ്പെടാൻ നമ്മുടെ ആൾ മെറ്റാഫോക്കസ് ഇട്ടിട്ടുണ്ട്. രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാം, ഇത് ചരിത്രമാകും ഉറപ്പ്. ഓൺലൈൻ മണി മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലാണ് പറഞ്ഞിട്ട്. അപ്പോൾ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി 48 മണിക്കൂർ കൊണ്ട് 50% നേട്ടമുണ്ടാക്കി എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രൊമോഷൻ ആളിനെ പണ്ട് കാര്യമില്ല, എത്രയാ പറയുക, ആൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഇത്താത്ത കടന്നു. ഇനി ഫിനാൻഷ്യൽ ഫ്രീഡം സ്വന്തമാക്കാമെന്ന് പറഞ്ഞിട്ട് വൈൽട്ടോറോ ഈ ഒരു വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ 8 മാസം മുമ്പേ ഞാൻ ഇതിൽ വന്ന് കമൻറ്റ് ഇട്ടു, ഒരുപാട് ആൾക്കാരുടെ പൈസ പോവുകയല്ലേ, എന്തിനാ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കുലുക്കുമില്ല ഇതുമില്ല. ആൾ പുതിയ വീഡിയോ ഇട്ടു, മെറ്റാഫിനിക്സിൻ്റെ വീഡിയോ ഇട്ടു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ അതിൽ കൂടുതൽ കമൻറ്റൊക്കെ ഒരു വീഡിയോൻ്റെ നോക്കിയെന്ന്
പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യക്കാരിയാണ് അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ് പറയുന്നത്, അതനുസരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ ചേരും എന്നുള്ള ഒരുപാട് ആൾക്കാർ, അപ്പോൾ ചേർന്നിട്ടുള്ള ആൾക്കാരിൻ്റെയൊക്കെ പൈസ പോയില്ലേ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഞാൻ പറയണത് കേൾക്കണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണത് കേൾക്കണ്ട, ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ക്രിപ്റ്റോ പറയുമ്പോഴേക്കും അങ്ങനെ പൈസ കൊയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ക്രിപ്റ്റോ ഫീൽഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നെറ്റിൽ അടിച്ച് നോക്കുക. നമുക്കിപ്പോൾ AI കിടക്കുന്നുണ്ട്, നിങ്ങളുടെ ഗൂഗിളിൽ അടിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഗൂഗിളിലോ യൂട്യൂബിലോ 4 വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിക്കുക, ഇതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിക്കുക. ഇതിനെപ്പറ്റി അറിയേയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചിട്ട് ഇത് പേരെന്തായാലും അറിഞ്ഞല്ലോ, ആ പേര് സ്കാം ആണോ റിയൽ ആണോ, ഇതിലെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ കൂടുതലും ചേർന്ന് പോവില്ല. ഞാനിപ്പോൾ എല്ലാ പ്രൊജക്റ്റും സ്കാമാണ് എന്നുള്ളൊരു കാര്യമല്ല പറയാം. നല്ല പ്രൊജക്റ്റും ഉണ്ട്. നല്ല പ്രൊജക്റ്റിൽ ചില പ്രൊജക്റ്റുകളുടെ വിഷൻ നന്നായിരിക്കും, ഇല്ലെങ്കിൽ അത് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. സേറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി ഞാൻ നല്ലതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഏറ്റവും നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ പൈസയാണ് ഇടുന്നത്. അപ്പോൾ ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് ആരാണ് നോക്കേണ്ടത്? നിങ്ങൾ തന്നെയല്ല നോക്കേണ്ടത്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യത്തിലും ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലാഗ് ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഞാൻ കുറേ മെസ്സേജ് അയച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ ലാസ്റ്റ് ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിൽ കയറണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഒരിക്കലും വൈൽ ടോറോ എന്ന് പറഞ്ഞിട്ടുള്ളതും ഇല്ലെങ്കിൽ WTTA ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ കയറിയേ വേണ്ട. 2 പ്രൊജക്റ്റും, ഒന്ന് ആൾറെഡി പറ്റിച്ചിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റ് മൈനർ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്കാം ആയിട്ടുള്ള പ്രൊജക്റ്റാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുള്ള ഈ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ്. ആൾറെഡി തന്നെ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഞാൻ ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട്. ടോപ്പ് നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റ്. നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഫാരോസ് ഒക്കെ ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ 2 മില്യണും 1 മില്യണും റിവേർഡ് ആയിട്ടുള്ള മാത്രമാണ്. അപ്പോൾ ഇവിടെ പൈസ കൊടുക്കണോ, പൈസ കൊടുക്കണ്ട, ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വീഡിയോ ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇതും കൂടി പറഞ്ഞു തരുന്നത്. ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിന്റ് കിട്ടും. ഓരോ സോഷ്യൽ ടാസ്കിനും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഈ ഒരു വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഒരുപാട് ഇങ്ങനെയുള്ള പ്രഡിക്ഷൻ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാമ്പയിൻ വരുന്നുണ്ട്. ഇവിടെ $5000 അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എൻഡിലായിരിക്കും, എപ്പോൾ ഈ ഒരു കളിയൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുമ്പോഴായിരിക്കും ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ നമുക്ക് റിവാർഡ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിലും ചെയ്യാനുള്ളത് ഇവിടെ പോയിന്റ് വെക്കും. നമുക്കിപ്പോൾ ഓരോ സോഷ്യൽ ടാസ്ക് കിടക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യാം. അങ്ങനെയുള്ള ഓരോരോ പോയിന്റ് കിട്ടുന്നത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് പ്രഡിക്ഷൻ, ആരാണ് ജയിക്കുക ഇല്ല എന്നുള്ളൊരു കാര്യം അവിടെ തൊട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ XP പോയിന്റ് കിട്ടും. അങ്ങനെ XP പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിൻ്റേതായിട്ടുള്ള റിവാർഡാണ് കിട്ടുക. അപ്പോൾ ഒരുപാട് യൂസേഴ്സ് കയറി അതിൻ്റേതായിട്ടുള്ള അനുസരിച്ചിട്ടുള്ള റിവാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കോടികൾ കിട്ടുന്നതല്ല. നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നിങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ പക്കയായിട്ട് കറക്റ്റായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിവാർഡും, ഇല്ലെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള റിവാർഡുമാണ് കിട്ടുക. അതേപോലെ തന്നെ വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഈ ഒരു എന്താണ് വേം ടോം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, ഇല്ലെങ്കിൽ ഫ്ലിപ്ലി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മുമ്പ് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വേം കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിഗ്രാം മിനി ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മിനി ആപ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ടെലിഗ്രാമിൽ പ്രോക്സി ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. 4.5 മില്യണൊക്കെയാണ് അവർ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്, സീഡ് ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. ഇതിലും പ്രഡിക്ഷനാണ്, ഇതിലും പൈസ ഒന്നും കൊടുക്കേണ്ട. ഓപ്പൺ ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്ലിപ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കിടക്കുന്നുണ്ട്. ആ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പ്രഡിക്ഷനാണ് ചെയ്യുന്നത്. ഇതിലും പൈസ മുടക്കേണ്ട, നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രം മതി, പോയിന്റ് ഉണ്ടെങ്കിൽ മതി. പോയിന്റ് കിട്ടാൻ ഇതിൽ ഡെയിലി സ്പിന്നും അതേപോലെ തന്നെ സോഷ്യൽ ടാസ്കുകളും അതിൻ്റെ ട്വിറ്റർ ഫോളോ ചെയ്യണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. ആ ഒരു പോയിന്റൊക്കെ വെച്ച് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു പോയിന്റ് കിട്ടുന്നു, ഇല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ ആൾറെഡി ഈ ഒരു വേം കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ അവർക്ക് ഇപ്പം തന്നെ നമുക്ക് എത്രത്തോളം റിവാർഡ് കിട്ടും എന്നുള്ളൊരു കാര്യം കാണാൻ പറ്റും. അത് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു പ്രൊജക്റ്റിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ റെഫർ ചെയ്യാം, ഇതിൽ പോയിന്റ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സിസ്റ്റം ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കേണ്ട വേണ്ടിയിട്ടാണ് ഓരോന്നിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാത്തത്, കാണിച്ചു തരാത്തത്. അപ്പോൾ ഈ ഒരു വേം കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ ആൾറെഡി എൻ്റെ പ്രൊഡിക്ഷൻ
പ്രൊഡിക്ഷനൊക്കെ തെറ്റാണ്. അപ്പോൾ പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും പൈസ കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ വെറും 0.23 മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഹിസ്റ്ററി എടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് മോസ്റ്റ്ലി ലോസ്റ്റ് ആണ്. അതിലാകെ 2 കറക്റ്റ് ആയിട്ടുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ എല്ലാം ഡ്രോ മാച്ചൊക്കെയാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും 1-2 കറക്റ്റായെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഒരുപാട് യൂസേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് റിവാർഡ് കിട്ടുക. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഒരു മാച്ചിൽ അത്രത്തോളം ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 1000 പൂൾ ക്യാമ്പയിൻ ആയിരിക്കും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ അത്രത്തോളം പൈസയിലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ടെലിഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്, അത് വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് മൈനർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും WTT എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ സ്കാമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ എടുത്തെടുത്ത് പറയാത്തത് ആൾറെഡി അങ്ങനെയുള്ള ഒരുപാട് സ്കാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്കാമിൻ്റെയും പറയാൻ നിന്നാൽ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ട് നിറയ്ക്കേണ്ടി വരും ഞാൻ. അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ്റെ പൈസ കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്ക് വേണ്ടി നമുക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ പുതിയ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും ക്ഷമിക്കണം, എന്തായാലും ഉപകാരപ്പെടും 4-5 പേർക്കെങ്കിലും. ഇപ്പോൾ ഒരു വീഡിയോ 10 പേര് കാണുകയാണെങ്കിൽ 2 പേർക്കെങ്കിലും ഉപകാരപ്പെടുവേ. അപ്പോൾ ശരി, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.